ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി കിടന്നപ്പോഴേ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ എണീക്കുമ്പോൾ തൊട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗ് ഇടണമെന്ന്. പുലർന്ന് എണീക്കുന്നത് തന്നെ അത്താണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഉന്മേഷമായിരുന്നു കേട്ടോ രാവിലെ തന്നെ. രാവിലെ എണീറ്റ് പ്രഭാതകർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് കണ്ണനെ ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടുവിട്ടതിന് ശേഷം വന്ന് കുളിച്ചിട്ട് പൂക്കളൊരുക്കാനുള്ള പരിപാടികളിലേക്ക് ഇരുന്നു കേട്ടോ. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ഭൂരിഭാഗം പേർക്കും അറിയാം നമ്മളുടെ വീട്ടിൽ അധികം പൂക്കളൊന്നും ഇല്ല എന്നുള്ളത്. എന്നാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ ചെറിയ രീതിക്കുള്ള കളമൊരുക്കാനൊക്കെയുള്ള കുറച്ച് പൂക്കൾ ഞാൻ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത തവണത്തേക്ക് എന്തായാലും ഇപ്പോഴേ തന്നെ പ്രയത്നം തുടങ്ങണം. നിറയെ ചെടികൾ വെച്ച് നോക്കണം നമ്മളുടെ വീട്ടുമുറ്റത്ത്. എനിക്ക് വീഡിയോ എടുത്തു തരുന്നത് കുഞ്ചനാണ് കേട്ടോ. അവനും കളയിടാൻ രാവിലെ തന്നെ എൻ്റെ കൂടെ കൂടി. തിരുവോണത്തിന് എന്തായാലും പുറമേ നിന്ന് പൂക്കൾ മേടിക്കേണ്ടതായിട്ട് വരും നമുക്ക്. അതെല്ലാ തവണയും അങ്ങനെ തന്നെയാണ് കേട്ടോ. മാത്രമല്ല ഞങ്ങളുടെ വീട്ടിൽ 2 കളാണ് ഇടാറ്. ഒന്ന് മുറ്റത്തൂടും, വേറൊന്ന് ഞങ്ങളുടെ കാർ പോർച്ചിലും ആണ് ഇടാറ്. ഞാനീ പോകുന്നത് ഉഷച്ചേച്ചിയുടെ വീട്ടിലേക്കാണ് കേട്ടോ. ഇതാണ് കള. ഞങ്ങൾ 2 പൂ പൊട്ടിച്ചോട്ടെ. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ താമസിക്കുന്നവരാണ് കേട്ടോ അവർ. എന്തായാലും നമ്മളുടെ കളത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കളറാണ് വെള്ള. ആ കളറുള്ള പൂക്കളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിൽ ഒട്ടും ഇല്ല കേട്ടോ. പിന്നെ പേരിന് ലേശം മുക്കുറ്റി വെച്ചു, തുളസി വെച്ചു. ഇനി ചാണകം മെഴുകിയ കളം അലങ്കരിക്കുകയായിട്ടോ. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെ ആകുംല്ലേ പൂക്കളം ഒരുക്കുന്നത്. ചിലരൊക്കെ മണ്ണ് കുഴച്ച് തിട്ട പോലെ കെട്ടി അതിന് മുകളിൽ ചാണകം മെഴുകിയൊക്കെ കളം ഒരുക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്തായാലും നമ്മുടെ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ ഭാഗത്തോട്ടൊക്കെ ഇങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെയാണ് കളം ഒരുക്കുന്നത് എന്നൊന്ന് പറയണേ. മാത്രമല്ല ഏതൊക്കെ ജില്ലയിലുള്ളവരാണ് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് എന്നും കൂടെ ഒന്ന് പറയണേ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാം സെറ്റല്ലേ? ഓക്കെ, ബായ്.